ഇപ്പം മഴയായതുകൊണ്ട് പകുതിക്ക് നിർത്തിയിട്ട് പോയി. അടുത്ത മാറ്റിയതിന് ശേഷം ഞങ്ങൾ ഈ വെള്ളമാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്. അടിപൊളി മാങ്ങാപ്പഴം പൂത്ത് നല്ല വൃത്തിയാക്കി. ഹായ് ഗൈസ്, നമസ്കാരം. ഞങ്ങളപ്പോൾ അന്നൊരു സപ്പോർട്ടർമാരെ ഇവിടെ മറിച്ചിട്ടായിരുന്നല്ലോ അറുത്തിട്ട്. അപ്പോൾ അതിൻ്റെ കമ്പെല്ലാം ഞങ്ങൾ ഈ പാറത്തറുത്തറുത്ത് ചെറിയ കമ്പെല്ലാം മാറ്റി ഇവിടെ വൃത്തിയാക്കി. ഇവിടെ ഇപ്പം ഞങ്ങൾ അടുത്ത കുറേ ചെടികൾ നടാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറുത്തിട്ടത് അപ്പം മഴയായതുകൊണ്ട് പകുതിക്ക് നിർത്തിയിട്ട് പോയി. ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ വന്ന് ഇപ്പോൾ അറപ്പിലേക്ക് കംപ്ലീറ്റ് അറപ്പിനകത്താണ്. അറപ്പ് മാറ്റിയതിന് ശേഷം ഞങ്ങൾ സത്യത്തിൽ രാവിലെ 6 മണിക്ക് ഞങ്ങൾ പണി തുടങ്ങി കേട്ടോ. പക്ഷേ ചെടിക്കൊക്കെ ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല രസമായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയായിട്ടല്ലേ പോകുന്നത്. ഇവിടെ ഒരു അമ്പഴമൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് വന്നതാണ്. ഇവിടെ ഇതെല്ലാം മുറിച്ചിട്ട് കേട്ടോ, മരമെല്ലാം ഞങ്ങളിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മുറിച്ച് നല്ല പക്കയാക്കി. ഇനിയിപ്പം ഇതെല്ലാം പെറുക്കി ഒരു സൈഡിലേക്ക് ഞങ്ങൾ എടുക്കാൻ പോവാണ്. മണ്ണ് ഇതേ ഇവിടെ നമുക്കിങ്ങനെ എടുക്കണം. എടുത്തിട്ട് ഈ മണ്ണ് വെച്ചിട്ട് ഈ നമ്മൾ മുറിച്ച ഭാഗത്ത് ഒന്ന് തേച്ച് വിടാം. ഇതേപോലെ ഇത് കണ്ടോ. ഇതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിലടിച്ചാൽ അതിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് കണ്ടോ, അതുപോലെ മണ്ണ് വെച്ച് തേച്ച് വിട്ടു. ഇവിടെ ഞങ്ങൾ കുറേ ചെടികൾ വെക്കാൻ പോകണം, വാഴ അത് മറ്റ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഭയങ്കര ഉണങ്ങി ഇതായിട്ട് നിൽക്കുകയാണ്. അത് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം കുഴിയെടുക്കാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതുണ്ടോ, അതിങ്ങനെ അണകെട്ടി വെള്ളം നിർത്തുകയാണ്. നിർത്തിയിട്ട് ഇത് ഫുള്ള് നനച്ചതിന് ശേഷം വേണം കുഴിയെടുക്കാൻ. കുറച്ച് പണി ലേറ്റാവും. ഇവിടെ കുറച്ച് മാങ്ങ ഞാൻ ഇപ്പോൾ രാവിലെ വന്നപ്പോൾ വീണത് കേട്ടത് ഈ മരത്തിൽ നിന്ന്. ഇത് സിന്ദൂര മാങ്ങയാണ്. ഇത് കണ്ടോ, സിന്ദൂരത്തിൻ്റെ കളറല്ലേ, കണ്ടോ, പഴമാണ്, സൂപ്പർ പഴം. ഇത് വേറൊരു മാങ്ങ, ഇത് സിന്ദൂരമല്ല കേട്ടോ, അതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് സിന്ദൂരമാണ്. ഈ വെള്ളമാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്. ആക്ച്വലി ഇവിടെ കുഴൽക്കിണർ എടുത്തിട്ടില്ല, ബോർ എടുത്തിട്ടില്ല. ഇത് അങ്ങ് ദൂരേന്ന് ഞങ്ങൾ മണ്ണിനടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത്. ഇതിന് ഇടയ്ക്ക് ഇവിടെ നല്ല തണലുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കല്ലുകൊണ്ടൊരു സീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സോഫ പോലെ. ഇവിടെയാണ് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഇരിക്കുന്നത്. ഹായ് ഗെയ്സ്, ഇതിനിടയ്ക്ക് ക്ഷീണിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് മാങ്ങ ഇങ്ങനെ വീഴുന്ന ശബ്ദം കേട്ടു. നോക്കിക്കൊണ്ടിരിക്കുക, എന്തായാലും ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ഞങ്ങളിത് വെട്ടിയ ആ ചെടിയുടെ ഇതിൽ കമ്പെല്ലാം ഇങ്ങോട്ട് ഇട്ടത്. ഇങ്ങനെ മാങ്ങ നോക്കിക്കൊണ്ടിരിക്കുക. ഉള്ള മാങ്ങയും കിട്ടിയ ഊട്ടി നോക്കട്ടെ. യാതിരിക്കുകയല്ല, കാരണം ഇങ്ങനെ വീഴുന്ന സൗണ്ട് കേട്ടായിരുന്നു ഞാൻ. ഒന്ന് നോക്കട്ടെ. പണ്ട് ഇവിടെ വന്ന് ഞാൻ മാങ്ങ പറിച്ചതാണ്. നമ്മുടെ തൊട്ടടുത്ത ഒരു തൊടിയാണ് കേട്ടോ. അപ്പം ഇവിടെ പഴമൊക്കെ വീണ് കഴിഞ്ഞാൽ പശുവാണ് തിന്നുന്നത്. ഓ ദേ കിടക്കണം. ഇവിടെ അടിപൊളി മാങ്ങയാണുള്ളത് കേട്ടോ. സിന്ദൂരമാണ് കേട്ടോ, ഇതുണ്ടോ സിന്ദൂരം. അടിപൊളി മാങ്ങാപ്പഴം, സൂപ്പറല്ലേ. ഞങ്ങൾ എവിടേക്കാണ് വാഴ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഞങ്ങൾ അളവിന് ചെടികൾ അതാത് സ്ഥാനത്ത് കൊണ്ട് വെച്ചേക്കാണ്. അപ്പം കറക്റ്റ് ലെവലിലായിരിക്കും വെക്കുന്നത്. ഇവിടെ ഒന്ന് ആ രീതിയിൽ ഇവിടെ ഒരു ചെടി കൊണ്ട് വെച്ചു. ഇനി എല്ലാം കുഴിച്ച് നമ്മൾ കുഴിയെടുത്ത് വേണം ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ കണ്ടം വെട്ടി. ഇതുണ്ട്, ഇവിടെ കണ്ടം വെട്ടി ഞങ്ങൾ ചെടി വെക്കാനുള്ള പരിപാടിയാണ്. നല്ല വെയിലായി. ചെറി വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇതിൽ ചെറി പഴമുണ്ട്, കണ്ടോ, സൂപ്പറല്ലേ. ചെറി പഴുത്ത് നിൽക്കുക.
കുടിച്ചോ.